നമസ്കാരം. ബജറ്റ് ചർച്ചാ പരമ്പരയായ ഫിൻപാക്കിലേക്ക് സ്വാഗതം. 15 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് ആദായ നികുതി ഇളവ് വേണമെന്ന ആവശ്യം ധനമന്ത്രി ഇത്തവണ പരിഗണിച്ചേക്കുമെന്ന് വാർത്തകളുണ്ട്. ഭവന വായ്പകൾക്ക് പലിശ ഇളവ് ലഭിക്കുമെന്ന് സൂചനകളുണ്ട്. ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്താനും ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. നികുതി, ബാങ്കിംഗ് മേഖലകളിലെ ബഡ്ജറ്റ് പ്രതീക്ഷകളെക്കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഈ ചർച്ചയിൽ എന്നോടൊപ്പം ഫെഡറൽ ബാങ്കിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കെ.എ. ബാബു, ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർ അനിതകുമാരി, കോർപ്പറേറ്റ് നിയമവിദഗ്ധൻ ഷെറി സാമുവൽ, KSFE ഡയറക്ടറും ബെഫി മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ടി നരേന്ദ്രൻ, മൈഫിൻ റിസർച്ച് ഹെഡ് സൂരജ് നായർ എന്നിവർ. ആദ്യം ശ്രീ കെ ബാബുവിലേക്കാണ്. ശ്രീ കെ ബാബു, ബാങ്കിംഗ് മേഖല ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? കേന്ദ്ര ബജറ്റിൽ നിന്ന് ബാങ്കിംഗ് അതുപോലെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഇത്തവണ പ്രതീക്ഷിക്കുന്ന പ്രധാനമായിട്ടും 3 രംഗങ്ങളിലുള്ള തീരുമാനങ്ങളാണ്, അല്ലെങ്കിൽ നയ തീരുമാനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, പ്രധാനമായിട്ടും ടാക്സ് ബെനിഫിറ്റ്, ബാങ്കുകളുടെ നിക്ഷേപങ്ങൾക്കുള്ള ടാക്സ് ബെനിഫിറ്റ് ആംഗിളിൽ റീവിസിറ്റ് ഉണ്ടാവണം. ഇത് കഴിഞ്ഞ തവണയും ധനകാര്യ സ്ഥാപനങ്ങളും ബാങ്കുകളും ആവശ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണ്. പക്ഷെ അത് കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ ഉണ്ടായില്ല. രണ്ടാമത്, ഇത്തവണ ബാങ്കുകൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ ഫ്രോഡ് പ്രിവെൻഷൻ എന്നുള്ള ഏരിയയിലുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവണം. അത് പ്രധാനമായിട്ടും ഫ്രോഡ് പ്രിവെൻഷൻ ഫ്രോഡെല്ലാം വളരെ റാമ്പാന്റ് ആയിട്ട് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനുള്ള അഡീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഫ്രോഡ് പ്രിവെൻഷൻ ഏരിയയിൽ കൂടുതലായിട്ടുള്ള ഒരു നയങ്ങൾ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാവണം. മറ്റൊന്ന്, ബാങ്കുകളുടെ വായ്പാ വിതരണ രംഗത്ത് ക്രെഡിറ്റ് ഡിപ്ലോയ്മെന്റ് ആംഗിളിലുള്ള സപ്പോർട്ട് ഉണ്ടാവണം. പ്രത്യേകിച്ചും റീറ്റെയിൽ, MSME സെക്ടറിലേക്കുള്ള വായ്പയുടെ വിതരണത്തിൽ കൂടുതലായിട്ടുള്ള സപ്പോർട്ടുകൾ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അസറ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള നയ രീതിയിലുള്ള പോളിസി ഡിസിഷൻസും സപ്പോർട്ടുകളും ഉണ്ടാവണം എന്നാണ് പ്രധാനമായിട്ടും ബാങ്കിങ് രംഗത്ത് നിന്ന് ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. അതിൽ ആദ്യമായിട്ട് ഞാൻ സംസാരിക്കുന്നത് ടാക്സ് ബെനിഫിറ്റ് ബാങ്കുകളുടെ ഡെപ്പോസിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ടാക്സ് എന്ന് പറയുന്നത് സാധാരണ 60 വയസ്സ് വരെയുള്ള ഇടപാടുകാരാണെങ്കിൽ 40,000 രൂപ വരെയും, 60 വയസ്സിന് മുകളിലുള്ള ഇടപാടുകാരാണെങ്കിൽ, സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ 50,000 രൂപ വരെ മാത്രമേ TDS ഡിഡക്ട് ചെയ്യാത്ത സാഹചര്യമുള്ളൂ. അത് 80 TTD എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ചാണ്. സേവിങ്സ് ബാങ്കിലാണെങ്കിൽ 10,000 രൂപ വരെ 80 TTA എന്ന് പറയുന്ന ക്ലോസ് അനുസരിച്ചാണ് അതിൽ എക്സംഷൻ ഉള്ളത്. ഇത് ബാങ്കുകളുടെ ആവശ്യം, അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആവശ്യം, ഇത് ഇക്വിറ്റിക്ക് നിലവിലുള്ള റേറ്റുമായിട്ട് അതിനുള്ള ബെനിഫിറ്റ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം എന്നാണ്. പ്രധാനമായിട്ടും ബാങ്കുകളുടെ ലോ കോസ്റ്റ് ഡെപ്പോസിറ്റുകൾ, കറണ്ട് അക്കൗണ്ട്, സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് മുതലായ കാര്യങ്ങളിലുള്ള കുറവ് വന്നിരിക്കുന്ന ഒരു ചലഞ്ച് കഴിഞ്ഞ വർഷം ഉണ്ടായ പോലെ തന്നെ ഈ വർഷവും ആ സാഹചര്യം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാവണം എന്നാണ് ധനകാര്യ സ്ഥാപനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 12% ഇക്വിറ്റിക്ക് ഉള്ളത്. ഷോർട്ട് ടൈം ആണെങ്കിൽ 15% ആണ്. അതിൽ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 1.25 ലക്ഷം വരെ എക്സെപ്ഷൻ ഉണ്ട് താനും. ഇത് ബാങ്ക് ഡെപ്പോസിറ്റുകൾക്കും ബാധകമാക്കണം. അതുപോലെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ്, ആ രീതിയിലുള്ള ഒരു അലൈൻമെന്റ് ഉണ്ടാവണം എന്നാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടക്കമുള്ള ബാങ്കുകൾ ഈ ആവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടെയുണ്ട്. ഇപ്പോൾ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ തന്നെയുള്ള റീറ്റെയിൽ ഡെപ്പോസിറ്റിന്റെ കാര്യത്തിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ ഉപയോഗിക്കുന്ന ഇടപാടുകാരുടെ വോളിയം, ഡെപ്പോസിറ്റിന്റെ കണക്കിലനുസരിച്ച് 5% ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ 1/4/2025 മുതൽ വർദ്ധിപ്പിക്കണമെന്ന് റിസർവ് ബാങ്ക് ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് 1/4/2025 മുതൽ പ്രാബല്യത്തിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ പ്രധാനമായിട്ടും എക്സസ് CRR അല്ലെങ്കിൽ എക്സസ് SLR അല്ലെങ്കിൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഫോറിൻ സോവറിൻസിന്റെയും അവരുടെ ഗ്യാരണ്ടിക്കുള്ള മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിന്റെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ലിക്വിഡ് ആയിട്ടുള്ള ലിക്വിഡിറ്റി കവറേജ് റേഷ്യോക്ക് കൺസിഡർ, ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അവിടെ വരുന്ന അഡീഷണൽ കമ്മിറ്റ്മെന്റ് ബാങ്കുകൾക്ക് ഇപ്പോഴുള്ള 130% ഉള്ള
ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ ഈ പുതിയ സംവിധാനം വഴി പ്രത്യേകിച്ചും സ്വകാര്യ ബാങ്കുകൾക്ക് 113% മുതൽ 116% വരെ താഴേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് കവർ ചെയ്യണമെങ്കിൽ കൂടുതലായിട്ടുള്ള ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നടക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ലോ കോസ്റ്റ് ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നടക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ബാങ്കുകളുടെ നിമ്മ താഴേക്ക് പോവും, ബാങ്കുകളുടെ ഡിപ്ലോയ്മെന്റിനെ ബാധിക്കും. ഇതാണ് ബാങ്കുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതുപോലെ തന്നെ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അതിനെക്കുറിച്ച് അടുത്ത ഘട്ടത്തിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. പ്രൊഫസർ അനിതകുമാരി, ബാങ്കിംഗ് നികുതി മേഖലകളിലെ നടപടികളിലൂടെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയ്ക്ക് ബജറ്റ് എന്തു സംഭാവന നൽകുമെന്നാണ് താങ്കൾ കരുതുന്നത്? 2025-26 ബഡ്ജറ്റില് നമ്മൾ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക വളർച്ച കൂട്ടുക എന്നുള്ള ഒരു പ്രധാന ദൗത്യം ബഡ്ജറ്റിനുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഏകീകരണവും വേണം. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പോകുന്നതല്ല. കാരണം നമ്മളിപ്പോ കഴിഞ്ഞ സാമ്പത്തിക വളർച്ച ഈ വർഷത്തെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഒരു കുറവാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എക്കോണമിയിൽ കൂടുതൽ മണി പമ്പ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ആ മണി പമ്പ് ചെയ്യണമെങ്കിൽ രണ്ട് വഴിക്കൂടെ നമുക്ക് പറ്റൂ. ഒന്ന് കടമെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് റവന്യൂ അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ, നികുതിയേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുക. ഈ രണ്ട് വഴിയൂടെ അത് നടക്കുള്ളൂ. അപ്പം നമുക്ക് ടാക്സിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ GST ഉണ്ട്. അപ്പൊ ഈ കോർപ്പറേറ്റ് ടാക്സിൽ നമുക്കൊരു റേറ്റ് കൂട്ടാൻ പറ്റുമോ? അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ 20 നമ്മൾ കുറച്ച് ഇപ്പൊ ഏകദേശം ഒരു 22 വരെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല കോർപ്പറേറ്റ് പ്രോഫിറ്റിന് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കോർപ്പറേറ്റ് ടാക്സിന്റെ കളക്ഷനിൽ ഇൻകം ടാക്സിനേക്കാൾ കുറവും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ടാക്സ് കട്ട് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ പ്രൈവറ്റ് കൺസംഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ടാക്സ് കട്ട് പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ പേഴ്സണൽ ഇൻകം ടാക്സിലൊക്കെ നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ ഹൗസിംഗ് ലോൺ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നിലവിലുള്ള 1.5 ലക്ഷം എന്നുള്ളത് അത് കൂട്ടി കുറച്ചുകൂടെ ഒരു 3 ലക്ഷം ആക്കി കൊടുക്കാം. അതുപോലെ ഇൻട്രസ്റ്റിന്റെ ടാക്സ് 1.5 ലക്ഷം വരെ 2 ലക്ഷം വരെ നമുക്കിപ്പോൾ കുറവ് ലഭിക്കത്തുള്ളൂ. അത് കുറച്ച് കൂട്ടി 3 ലക്ഷം ആക്കാം. അപ്പൊ ഇങ്ങനെയുള്ള നടപടികൾ വരുത്തിക്കൊണ്ട് ലോ ഇൻകം ഗ്രൂപ്പ് അല്ലെങ്കിൽ മിഡിൽ ഇൻകം ഗ്രൂപ്പുകാരെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാം എന്നുള്ളതല്ലാതെ ശരിക്കും ഇപ്പം തോമസ് പിക്കറ്റി ഒക്കെ പറയുന്നത് പോലെ ഇന്ത്യയിൽ ഇൻഇക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു പ്രോഗ്രസീവ് ടാക്സേഷനിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ടാക്സ് GDP റേഷ്യോ നമുക്ക് ഉയർത്താനേ കഴിയുന്നില്ല. ഇപ്പൊ മറ്റു വിദേശ രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഇന്ത്യയിലെ ടാക്സ് GDP റേഷ്യോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വലിയ രീതിയിൽ അത് ഉയർത്താനേ പറ്റുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതുണ്ടായെങ്കിൽ മാത്രമേ കൂടുതൽ വികസന പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഒക്കെ ഗവൺമെന്റിന് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിനോടൊപ്പം തന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറയ്ക്കുകയും വേണം. അപ്പൊ ഈ ഒരു ഡൈലമയിൽ നിന്നുകൊണ്ടാണ് ഈ ബഡ്ജറ്റിനെ നമ്മൾ കാണേണ്ടത്. അപ്പം തീർച്ചയായിട്ടും കുറച്ച് ബെനിഫിറ്റ്സുകൾ നമ്മുടെ ഈ ഒരു പേഴ്സണൽ ഇൻകം ടാക്സ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. അത് തന്നെയും ഒരു പഴയ ഓൾഡ് ടാക്സ് സ്കീമിലുള്ളവർക്ക് കിട്ടാൻ സാധ്യതയില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ന്യൂ ഇൻകം ടാക്സ് റെജീമിനെ അവര് ഡിഫോൾട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ നമ്മൾക്ക് ഒരു എന്താ പറയണ്ട ഹൗസിംഗ് ലോണിന്റെ എക്സംഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ എക്സംഷനോ ഒക്കെ കുറച്ച് കിട്ടാനുള്ള, അതുപോലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇപ്പോഴ് ശരിക്കും പറഞ്ഞാൽ പുതിയതിൽ 75,000 ഉണ്ട്. അത് ചിലപ്പം കുറച്ചുകൂടെ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതല്ലാതെ ഉള്ള ഒരു ടാക്സിന്റെ ഒരു ഇൻക്രീസ് വരുത്താനായിട്ടുള്ള സാധ്യത എന്റെ ഒരു കാഴ്ചപ്പാടിൽ കുറവായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ GST എടുത്ത് നോക്കിയാലും നമുക്ക് ടാക്സ് റേറ്റുകളൊന്നും പെട്ടെന്ന് കൂട്ടാൻ പറ്റത്തില്ല. അതിപ്പോ GST കൗൺസിൽ വഴി ഒരുപാട് ചർച്ചകളൊക്കെ നടത്തി ഏകദേശം ഒരു ലെവലിലാക്കിയിരിക്കണം. അത് നമ്മൾ വീണ്ടും ഉടനെ കൂട്ടുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. പിന്നെ എക്സൈസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പെട്രോളും ഡീസലും ആണ് പ്രധാനമായിട്ട് അതിലുള്ളത്. അതിന്റെ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഒരു പ്രൈവറ്റ് കൺസംഷൻ ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ, അതുപോലെ GDP-യിൽ ഒരു കുറവുണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ അതും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ശരി, വ്യക്തമാണ്. ശ്രീ ഷെറി സാമുവൽ, മാഡം പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് നികുതി നയങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? എൻ്റെ ഒരു ബ്രോഡ് കാഴ്ചപ്പാടിൽ ഇതൊരു ക്രൂഷ്യൽ ആയിട്ട് ഒരു ബഡ്ജറ്റാണ്. പറയാൻ കാരണം ഒന്ന്, മാഡം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ എക്കോണമി ഒരു ടേണിംഗ് പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മാഡം ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രോഡ്ലി നോക്കുകയാണെങ്കിൽ ഡിമാൻഡിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അത് വാസ്തവം തന്നെയാണ്. അതൊന്ന്.
രണ്ടാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ എംപ്ലോയ്മെന്റും കുറവാണ്. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ ഒരു സീരിയസ് ആയ ഇഷ്യൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രോത്ത് റേറ്റ് അതിപ്പം NSO പ്രകാരം 6.4% ആണ് നമ്മൾ വെച്ചിട്ടായിട്ടുള്ളത്. വേറെ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്ത് റേറ്റ് 6.4% ആണ്. അതൊരു വിഷയം. അതുകൂടാതെ തന്നെ വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് ഒരു ആസ്പെക്ട് ഉണ്ട്. വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 6.4% തന്നെ നല്ലൊരു ഗ്രോത്ത് റേറ്റ് ആണെന്നാണ് വേൾഡ് ബാങ്ക് പറയുന്നത്. അപ്പം ദേ യൂസ് എ ലാംഗ്വേജ് ഇറ്റ് ഈസ് ദ ബെസ്റ്റ്. അപ്പൊ ആ ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ബ്രോഡ്ലി നോക്കുവാണെങ്കിൽ 6.4% ഗ്രോത്ത് റേറ്റ് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ വർദ്ധിച്ചു പോകത്തേ ഉള്ളൂ. അപ്പം എന്റെ ഒരു കാഴ്ചപ്പാടിൽ ബ്രോഡായിട്ട് നോക്കുന്ന 2-3 കാര്യമാണ്. ഒന്ന്, ബ്രോഡ്ലി നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സിന്റെ ടോട്ടലായിട്ട് പെൻഡിങ് ആയിട്ട് ഒരു ഡിസ്പ്യൂട്ട്സ് അത് ക്ലോസ് ടു ഒരു 10 lakh crores ആണ്. ഇത് ഒരു സീരിയസ് ആയിട്ട് ഒരു ഇഷ്യൂ ആണ്. ഈ 10 lakh crores വിച്ച് ഇസ് പെൻഡിങ് ഇൻ ഡിസ്പ്യൂട്ട്, ഈ ഡിസ്പ്യൂട്ടിലായിട്ട് പെൻഡിങ് കിടക്കുന്ന ഈ അമൗണ്ട്സ് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഗവൺമെന്റ് ടാക്സ് ടെററിസമിന്റെ ഉപരിയായിട്ട് ടാക്സ് സെറ്റിൽമെന്റ് വേണം നോക്കാനായിട്ടുള്ളത്. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ വിവാദ് സെ വിശ്വാസ് എന്ന് പറഞ്ഞ ഒരു സ്കീം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം സക്സസ് ആയിരുന്നോ അത് നമ്മൾ ഇപ്പോഴാണ് അറിയാൻ പോകുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ വിവാദ് സെ വിശ്വാസ് സ്കീം അവർ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം. കാരണം ഇത്രേ ഉള്ളൂ, നമ്മളിപ്പം റവന്യൂസ് ജനറേറ്റ് ചെയ്യാൻ നോക്കണം. ഒരാളുടെ കയ്യിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ട് അതിനൊരു പരിധി വരെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ മാഡം ഇപ്പൊ സൂചിപ്പിച്ച പോലെ ചിലപ്പം ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടീസ് അതിന്റെ ഇൻട്രസ്റ്റ് ചിലപ്പോൾ കൂട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പ്യോർലി സ്റ്റൈലിസ്റ്റിക് ആണ്. ഗവൺമെന്റ് ഇപ്പൊ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ടാക്സ് ഇപ്പം ഹൗ ഡു വി ഇൻക്രീസ് ആ റവന്യൂ, അതുകൂടാതെ തന്നെ ഹൗ ഡു വി റെഡ്യൂസ് ടാക്സ് ടെററിസം, അതായിരിക്കും എന്റെ ഒരു കാഴ്ചപ്പാടിൽ കീ ആയിട്ടുള്ള ഫോക്കസ്. ശ്രീ ഷെറി സാമുൽ, ആദായ നികുതി സ്ലാബ് 15 ലക്ഷമായി ഉയർത്താനുള്ള സാധ്യതയുണ്ടോ? അതൊരു വിഷാണ്. അപ്പൊ എല്ലാവർക്കും അവരുടേതായ വിഷ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൂട്ടുന്നത് നല്ല കാര്യമായിരിക്കും. പ്രാക്ടിക്കലി ഈ പറഞ്ഞ സാഹചര്യം നോക്കുവാണെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ 7 lakhs മിക്കവാറും 10 lakhs വരാനാണ് കൂടുതൽ സാധ്യത. ഈ പറഞ്ഞ 15 lakhs വരാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു വിഷ്ഫുൾ തിങ്കിങ് ആണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ലാബ് കൂട്ടുന്ന അത് ഒരു സൈഡില്, അതുകൂടാതെ തന്നെ ഇൻകം ഇൻ ദി ഹാൻഡ്സ് ഓഫ് കൺസ്യൂമർ അത് കൂട്ടുന്ന അതൊരു സൈഡില്. പക്ഷെ ഗവൺമെന്റ് ഇത്ര സ്ട്രാറ്റജിക് ആയിട്ട് വേണം ചിന്തിക്കാനായിട്ടുള്ളത്. സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്ലോസ് ഞാൻ ആദ്യം പറഞ്ഞു 10 ലക്ഷം കോടിയാണ് പെൻഡിങ് ആയിട്ടുള്ളത്. ആ 10 ലക്ഷം കോടി പെൻഡിങ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് കിട്ടാനാണ്? അത് നമ്മൾ എത്ര പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നല്ലത്. ആ അമൗണ്ട് തിരിച്ച് ഗവൺമെന്റ് കിട്ടിയിലോട്ട് വരികയാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ടാക്സ് റേറ്റ് കൂട്ടുന്ന യാതൊരു ആവശ്യമില്ല. ശരി, ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ട് വേണം ചിന്തിക്കാനായിട്ടുള്ളത്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ടി നരേന്ദ്രൻ, വായ്പാ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള നടപടികൾ പ്രത്യേകിച്ച് MSME-കളുടെ മറ്റും കാര്യത്തിൽ ഈ ബഡ്ജറ്റിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമസ്കാരം. ഞാൻ എൻ്റെ പ്രതീക്ഷയും ആഗ്രഹത്തിനപ്പുറത്ത് ആവശ്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ ഡിമാൻഡ് ആസ്പെക്ട് വർദ്ധിപ്പിക്കാതെ കണ്ട് ഒരു കോൺസിസ്റ്റൻസി ഇൻ ദ എക്കണോമി ഈസ് ഇമ്പോസിബിൾ, അസാധ്യമാണ്. നിർഭാഗ്യവശാൽ കുറെ അധികം ബജറ്റുകളായിട്ട് എസ്പെഷ്യലി ഫോർ ദ ലാസ്റ്റ് 10 years ആരെ അഡ്രസ് ചെയ്യണത്? ഒരു 10-30 കോടി വരുന്ന എബവ് ആവറേജ് മിഡിൽ ക്ലാസ്സിനെ മാത്രം അഡ്രസ് ചെയ്യുന്ന ഒരു ബജറ്റായിട്ട് മാറാം. അതുകൊണ്ട് സ്റ്റാഗ്നേഷൻ വരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനപരമായ കാരണം നേരത്തെ സൂചിപ്പിച്ച അസമത്വത്തിന്റെ, ഇൻഇക്വാലിറ്റിയുടെ, വാങ്ങൽ ശേഷിയില്ലായ്മയുടെ ദയനീയാവസ്ഥ കൊണ്ടാണ്. അഗ്രികൾച്ചർ വളരെ കോർ സെക്ടറാണ്. 17% ആണ് GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. ബട്ട് 57% ലേബർ അവിടെ ചെലവഴിക്കുന്നത്. 57% ഇൻകം എന്ന് പറയുന്നത് ഈ 17% GDP ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാ. ഇതാണ് വാങ്ങൽ ശേഷിയുടെ അടിസ്ഥാനപരമായ പ്രശ്നം. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. ഉള്ള തൊഴിൽ തന്നെയോ മൊത്തം ഇന്ത്യൻ ലേബറിൽ 94% കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഇൻഫോർമൽ ലേബർ.
ഇൻഫോർമൽ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടക്കാരുടെ വരുമാനം എന്ന അർത്ഥം. വാങ്ങൽശേഷിയിലേക്ക് വരിക. അൾട്ടിമേറ്റ്ലി ഇത് എക്കണോമിനെ ബാധിക്കും. അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ ഹിറ്റ് ദ കോർപ്പറേറ്റ്സ് ഓൾസോ. ദീർഘവീക്ഷണമുള്ള കോർപ്പറേറ്റുകള് മറ്റു മുതലാളിത്ത രാജ്യങ്ങളിൽ ചെയ്യണ പോലെ അവര് ഡൊണേറ്റ് ചെയ്യണേ, ഞങ്ങളുടെ നികുതി കൂട്ടൂ എന്ന് ഭരണാധികാരികളോട് ആവശ്യപ്പെടണം. എന്നാലാണ് കോൺസിസ്റ്റന്റ് ആയിട്ടുള്ള എക്കണോമി ഉണ്ടാവുള്ളൂ, കോർപ്പറേറ്റുകൾക്ക് പോലും നിലനിൽക്കാൻ കഴിയുള്ളൂ. ദാറ്റ് ഈസ് എ സിറ്റുവേഷൻ. എന്താ പ്രശ്നം? ബാങ്കുകളാണല്ലോ ഈ പണത്തിന്റെ നീരൊഴുക്കിന്റെ ഘടകങ്ങൾ. ബാങ്കുകൾ ആർക്കാ വായ്പ കൊടുക്കുന്നത്? വാട്ട് എവർ ഫോക്കസ് വിൽ ബി എക്സ്പാൻഡഡ്. ആർക്കാ വായ്പ കൊടുക്കുന്നത്? ചെറുകിട വായ്പയൊക്കെ ഇല്ലാതായിട്ട് കാലം എത്രയായി? നീരൊഴുക്കില്ലാതെ കണ്ട് നിങ്ങൾക്ക് എക്കണോമി ഉയർത്താൻ പറ്റില്ല, കൃഷിനെ വളർത്താൻ പറ്റില്ല, 95% ഇൻഫോർമൽ സെക്ടറിനെ തൊടാൻ പറ്റില്ല. ഇപ്പോഴൊക്കെ കുറെ നാളുകളായിട്ട് ഇത് അൺഅഡ്രസ്ഡ് സെഗ്മെന്റ്സ് ആണ്. അതാണ് ഇന്നത്തെ ക്രൈസിസിന്റെ ഒരു ഇന്ത്യ ഫിനോമിന മാത്രമല്ല. നേരത്തെ പിക്കറ്റിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇതൊരു ഗ്ലോബൽ ഫിനോമിനലായിട്ട് ഇപ്പോഴത്തെ എക്കണോമി വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ക്രൈസിസ് ആണ്. ഒറ്റ വഴിയുള്ളൂ, എംപവർ ദ ഡൗൺ ട്രോഡൻ, ഫോർ വിച്ച് നമ്മൾ യു ഗോ ടു ദ ഡൗൺ എർത്ത്. അവരെ അഡ്രസ് ചെയ്യണം. അങ്ങനെ വരുമ്പോ നല്ല രീതിയിൽ പണം പമ്പ് ചെയ്യാനുള്ളത് ബൈ ഓൾ മീൻസ്. എന്താ സ്ഥിതി? ഇവിടെ എല്ലാവരും GDPയുടെയും അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ആക്ച്വലി എന്താ നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകളുടെ ടാക്സ് എത്രയാ? 30%. സാധാരണ മിഡിൽ ക്ലാസ് കൊടുക്കുന്നത്, നമ്മുടെ മിഡിൽ ക്ലാസ് കൊടുക്കുന്നത് എത്രയാ? സാധാരണക്കാരൻ കൊടുക്കുന്നത് 30%. കോർപ്പറേറ്റ് 22%. ഒരു ന്യൂജൻ കോർപ്പറേറ്റ് ആണെങ്കിൽ 15%. ബ്രസീലിൽ 34%. അമേരിക്കയിൽ 26%. ജർമ്മനി ജപ്പാനും 30%. 1%, 2%, 3% കോർപ്പറേറ്റ് ടാക്സ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെക്കടയിലുള്ള ആളുകളെ എംപവർ ചെയ്യിക്കാം, അവർക്ക് വാങ്ങൽ ശേഷി ഉണ്ടാക്കാം. അൾട്ടിമേറ്റ് ബെനിഫിഷ്യറീസ് ഈ കോർപ്പറേറ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് വിഷൻ ഇല്ലാത്തതാണ് വിഷയം. ഒരു വരവ് ചെലവ് കണക്കൊന്നും അല്ല ഈ പറയുന്ന ബജറ്റ്. ബജറ്റ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണ്. എല്ലാവരെയും അഡ്രസ് ചെയ്താലാണ് അതിന് ഫലം ഉണ്ടാവുള്ളൂ. നാഷണന്റെ നിലനിൽപ്പ് മാത്രമല്ല, അൺട്രസ്റ്റ് ഒഴിവാക്കൽ മാത്രമല്ല, എക്കണോമിക്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ കെ ബാബു, ശ്രീ ടി നരേന്ദ്രൻ പറഞ്ഞതുപോലെ ബഡ്ജറ്റ് മിഡിൽ ക്ലാസ്സിനെയും അപ്പർ മിഡിൽ ക്ലാസ്സിനെയും അതിന് മുകളിലോട്ടുള്ളവരെയും മാത്രമാണോ അഡ്രസ്സ് ചെയ്യാറ്? നരേന്ദ്രൻ പറഞ്ഞ പല പോയിന്റിനോട് ഞാൻ യോജിക്കുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സെഗ്മെന്റിനെയും അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ആ അഭിപ്രായത്തിൽ ഞാൻ യോജിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ബാങ്കുകളുടെ ഏരിയയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വായ്പയുടെ വിതരണം, ഡിപ്ലോയ്മെന്റ്, ഇപ്പോഴുള്ള ഈ റീസെന്റ് ആയിട്ടുള്ള ഡാറ്റ നമ്മൾ നോക്കുമ്പോഴും വായ്പയുടെ വിതരണം ഇപ്പോഴും 8%, ഗ്രോത്ത് ഇപ്പോഴും 8% മുതൽ 9% വരെയാണ് നിൽക്കുന്നത്. ആ ഗ്രോത്ത് തന്നെ ഡ്രൈവ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ലെൻഡിങ് വഴിയാണ്. അത് ഒരു റിയാലിറ്റിയാണ്. അപ്പം ഈ റീറ്റെയിൽ അതുപോലെ അഗ്രികൾച്ചറൽ MSME എന്ന് പറയുന്ന സെഗ്മെന്റിലേക്കുള്ള ബാങ്കുകളുടെ വായ്പാ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള പോളിസികളും നിലപാടുകളും ബജറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ സെക്ടറിന്റെയും സ്ട്രെങ്തനിങ് സാധിക്കുള്ളൂ എന്നുള്ള ഒരു പോയിന്റും കൂടെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നരേന്ദ്രൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുമ്പോൾ പോലും എല്ലാ സെഗ്മെന്റിനെയും ഒരുപോലെ തന്നെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അഗ്രികൾച്ചറൽ, റീറ്റെയിൽ, MSME സെക്ടറിലേക്കുള്ള കൂടുതൽ ട്രസ്റ്റ് ഈ ബജറ്റിൽ കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ സെക്ടറിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ മാഡം സൂചിപ്പിച്ച പോലെ ആളുകളുടെ കയ്യിലുള്ള ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാനും പർച്ചേസിംഗ് പവർ കൂട്ടാനൊക്കെ അപ്പോൾ മാത്രം സാധിക്കുള്ളൂ. ബാങ്കുകളുടെ റിസോഴ്സ് മൊബിലൈസേഷനും ബാങ്കുകളുടെ നിമ്മും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരമുള്ള ചെറുകിട വായ്പകളിലും MSME വായ്പകളിലും റീറ്റെയിൽ വായ്പകളിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടേക്ക് ഒരു ട്രസ്റ്റ് കൊടുക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, വായ്പയെ കുറിച്ച് സംസാരിച്ചു വന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്, വായ്പാ ബുക്കിന്റെ, ലോൺ ബുക്കിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളിലും ഈ ബജറ്റിൽ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ വേണ്ടതാണ്. ഇപ്പോൾ ഗ്രോസ് NPA ലെവൽ ബാങ്കുകളുടെ 2.6% കുറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രി ആസ് എ ഹോൾ നെറ്റ് NPA അത് 0.6% കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലും റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് മാർച്ച് 2026 ആവുമ്പോൾ ഗ്രോസ് NPA ലെവൽ അസറ്റ് ക്വാളിറ്റി ഡിറ്റോറിയേറ്റ് ചെയ്തുകൊണ്ട് 3% എത്തുന്നുണ്ടാവും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ കളക്ഷൻ റിക്കവറി ആംഗിളിലുള്ള മെക്കാനിസം, ജുഡീഷ്യൽ മെക്കാനിസം, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രെങ്തനിങ്, അസറ്റ് റിക്കവറി കമ്പനികളുടെ സ്ട്രെങ്തനിങ്, അവർക്കുള്ള ടാക്സ് ബെനിഫിറ്റുകളും മറ്റ് എൻകറേജ്മെന്റുകളും അതുപോലെ തന്നെ നാഷണൽ കമ്പനി
ലോ ട്രിബ്യൂണൽ ശക്തിപ്പെടുത്തുക, കൂടുതൽ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലും കൂടെ ബജറ്റ് ശ്രദ്ധ കൊടുത്താൽ മാത്രമേ ഒരു ഭാഗത്ത് ലോൺ ഡിപ്ലോയ്മെന്റിന്റെ കാര്യത്തിൽ ഇതുപോലെ റീറ്റെയിൽ, MSME, അഗ്രി സെക്ടറിലേക്ക് കൂടുതൽ ഡിപ്ലോയ്മെന്റ് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ അസറ്റ് ക്വാളിറ്റി കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്ന രീതിയിലുള്ള നിയമങ്ങളും അതിനനുസരിച്ചുള്ള സപ്പോർട്ടീവ് മെഷേഴ്സും ഈ ബജറ്റിൽ ഉണ്ടാവണം എന്നാണ് സാമ്പത്തിക മേഖല പൊതുവെ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമ്പത്തിക സംവിധാനം, സ്റ്റെബിലൈസ് ചെയ്യുന്ന സംവിധാനം ഉരുത്തിരിഞ്ഞു വരാൻ സാധിക്കും. ശരി, ഞാൻ ശ്രീ സൂരജ് നായരിലേക്ക് കൂടെ ഒന്ന് പോവുകയാണ്. ശ്രീ സൂരജ് നായർ, ബാങ്കിംഗ്, ആദായ നികുതി മേഖലകളിലെ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ ഓഹരി വിപണിയെ എങ്ങനെ സ്വാധീനിക്കും? ഗുഡ് ഈവനിങ് മിസ്റ്റർ ജെയിംസ്. മിസ്റ്റർ ജെയിംസ്, ഒരു ഹെൽത്തി എക്കണോമിക്ക് ഒരു ഹെൽത്തി സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ആവശ്യമാണ്. അടുത്ത കാലത്ത് ഗവൺമെന്റ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടാക്സ്, അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്, അതിന്റെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയാലും ശരി, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയാലും ശരി, ഗവൺമെന്റ് അതിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു സ്റ്റെബിലിറ്റി ടു ദ ടാക്സ് റെജീം നമ്മൾ കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ ഓരോ കൊല്ലം തോറും മാറും ആൾക്കാരുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിന് നല്ലതല്ല. കാര്യം ഇടയ്ക്കിടയ്ക്കുള്ള പ്രോഫിറ്റ് ബുക്കിംഗ്, ഇടയ്ക്കിടയ്ക്ക് അവരെന്താ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യുക, ഇതൊക്കെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റെബിലിറ്റിയെ ഇമ്പാക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ ഒരു റിഡക്ഷനോ അല്ലെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിൽ റിഡക്ഷനോ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിരിക്കും. ബട്ട് അത് നമുക്ക് ഉറപ്പില്ല ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് അത്രയും നടക്കുന്നു. ബട്ട് ഈ ടിങ്കറിങ് ചെയ്യാതെ വളരെ സ്റ്റെബിലിറ്റി ആയിട്ടുള്ള റെജീം തന്നാൽ നന്നായിരിക്കുമെന്ന് ഇൻഡസ്ട്രി എക്സ്പെക്ട് ചെയ്യുന്നു. 2, STT, അതായത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എടുത്തു കളഞ്ഞപ്പാട്. ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുമ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അബോളിഷ് ചെയ്ത സമയത്ത് പകരം കൊണ്ടുവന്ന ഒരു ട്രാൻസാക്ഷൻ ടാക്സ് ആണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ബട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ കണ്ടുവരുന്നത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും രണ്ടും കൂടി കോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന്റെ മുകളിലേക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും കൂടി വരുമ്പോൾ ഒരു കോസ്റ്റ്ലിയർ സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു കോസ്റ്റ്ലി അഫെയർ ആയി മാറുന്നു. അത് സ്റ്റോക്ക് മാർക്കറ്റ് നല്ലൊരു കാര്യമല്ല. STT അബോളിഷ് ചെയ്താൽ അത് നന്നായിരിക്കും എന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് വേണമെന്ന് നമ്മൾ പറയുന്നതിന്റെ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മൾ അടുത്ത കാലത്ത് മനസ്സിലാവും, തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കയറുന്നുണ്ട്, ഒരുപാട് ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കുന്നുണ്ട്. എന്താ പറയുക, ഒരുപാട് ചെറുപ്പക്കാർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തും ട്രേഡ് ചെയ്തും തുടങ്ങിയിട്ടുണ്ട്. ഈ പൈസ എവിടെ നിന്നാണ് വരുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും നമുക്ക് ലോൺ എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ല. റെഡി ക്യാഷിനാണ് നമ്മൾ സ്റ്റോക്കിൽ ക്യാഷ് മാർക്കറ്റിൽ നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ എന്താ പറ്റുക, നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ FD ആയിട്ടുള്ള കാശോ കൺവേർട്ട് ചെയ്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലെ കറക്ഷൻ തീർച്ചയായിട്ടും ഇതിനെ ബാധിക്കുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഹെൽത്തിയായി കീപ്പ് ചെയ്യുകയും തീർച്ചയായിട്ടും ടാക്സ് റെജീമിന് ഒരു കൺസിസ്റ്റൻസിയും കൂടെ കൊണ്ടുവരിക എന്നുള്ള ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. ഷോർട്ട് ടേം ടാക്സും ലോങ് ടേം ടാക്സും ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാരുടെ പൈസ പോകുന്നതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മാത്രമല്ല ബാങ്കിൽ നിന്നുകൂടി അത് ഇവാപറേറ്റ് ചെയ്ത് പോകുന്നു എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കാം. പിന്നെ ഇൻകം ടാക്സിന്റെ അവിടെ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇൻകം ടാക്സ് കുറച്ചാൽ അത് കൺസംഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യും, ഡ്രൈവ് ചെയ്യും. ഒരുപാട് എക്കണോമിക്ക് അതൊരു മൾട്ടിപ്ലയർ എഫക്റ്റ് ആവുന്നതാണ് ഇൻകം ടാക്സ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് ബെനിഫിറ്റ് വരുന്നത് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിരിക്കും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ അനിതകുമാരി, ബാങ്കിംഗ് മേഖലയിലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്? ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2047 ഇന്ത്യ ഒരു ഡെവലപ്ഡ് നേഷനായിട്ട് മാറാൻ പോവുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് തന്നെയാണ് അടിസ്ഥാനപരമായ കാര്യം. ഇപ്പൊ ഞാൻ നവംബർ വരെയുള്ള CGIയുടെ കണക്ക് നോക്കിയായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നവംബർ വരെ ചെയ്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പോലും നമ്മൾ ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 11 ലക്ഷം കോടി കൂടുതലാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ ഏകദേശം ഒരു പകുതി മാത്രമേ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളൂ. ഇനി 4 മാസമേ ഉള്ളൂ, 3 മാസമേ ഉള്ളൂ. കാരണം നമുക്ക് നവംബർ വരെയുള്ള കണക്കേ ലഭ്യമായിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഒരു ബൂസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഉണ്ടാവുള്ളൂ. ബാങ്കിങ് മേഖലയിലാണെങ്കിലും അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കാര്യമായിട്ട് മണി, ഒരു എക്സ്പാൻഷണറി ഫിസ്ക്കൽ പോളിസി എന്നുള്ള നിലയിൽ തന്നെ കൂടുതൽ മണി പമ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഗവൺമെന്റ് എന്താണ് ചെയ്തത്, മൊത്തം ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ വലിയ വളർച്ചയൊന്നും കാണിക്കാതെ
റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് കുറച്ച് തുക കൂട്ടി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാണിച്ചതാണ്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ സബ്സിഡി പോലെയുള്ള എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ വർഷം തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യവും അതുകൊണ്ട് തന്നെ ആ ഒരു കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ MSME സെക്ടറുകളും ഇൻഫോർമൽ സെക്ടറിനെയൊക്കെ കൂടുതൽ ബാധിക്കാൻ ഇടയുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് കൂടുതൽ ഫണ്ട് കണ്ടെത്തിയേ മറ്റുള്ളൂ. അത് ഈ ഫിസ്ക്കൽ കൺസോളിഡേഷൻ, അതായത് ഞാൻ സാമ്പത്തിക ഏകീകരണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് നടപ്പിലാവണമെങ്കിൽ നമുക്ക് കൂടുതൽ കടം വാങ്ങിക്കാനും പറ്റത്തില്ല. ഇതൊക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്. ബിയോണ്ട് എ പോയിന്റ് കടം വാങ്ങിക്കാനും പറ്റില്ല. പക്ഷെ അതേസമയം നമ്മുടെ ഈ മൊബിലൈസേഷൻ ശക്തിപ്പെടുത്തണം. അതിന് റേറ്റ് കൂട്ടൽ മാത്രമല്ല, നമ്മുടെ എഫിഷ്യൻസി കൂട്ടി തന്നെ അത് കൊണ്ടുവരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന അരിയർ പോലുള്ള എല്ലാ മേഖലകളിലും ഇഷ്ടംപോലെ അരിയർ പെൻഡിങ് ആണ്. ശ്രീമതി അനിതകുമാരി, ഗവൺമെന്റ് ഈ ബാങ്കിങ്ങിന്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അടുത്തിടെ $1.5 ട്രില്യൺ പമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള നടപടികൾ ബാങ്കിങ് മേഖലയെ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് നടപ്പാക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് പോരാ. അത് ഈ ശരിക്കും ഒരു തുമ്പ് മാത്രമേ ആവുന്നുള്ളൂ. ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുന്നതിന്റെ സൈസ് നമ്മൾ നോക്കണം. ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ പിന്നെ ഇത് ചെയ്യണം. കാരണം ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ തന്നെ ഞാനിപ്പോ പറയുകയാണെങ്കിൽ കേരളം പോലുള്ള സ്റ്റേറ്റുകളൊക്കെ നമ്മുടെ ഒരു സെൻട്രിൽ നിന്നുള്ള ഓരോ കണ്ടീഷണാലിറ്റീസ് കൊണ്ട് നമ്മൾ കിടന്ന് പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് മറ്റു പല സ്റ്റേറ്റുകൾക്കും ബാധകമാണ്. അപ്പം ശരിക്കും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കഴിഞ്ഞ വർഷം 1 ലക്ഷം കോടി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതില് നമുക്കൊക്കെ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. അത് പോരാ. കൂടുതൽ മണി എക്കോണമിയിലോട്ട് വരികയാണെങ്കിൽ മാത്രമേ ബാങ്കിങ്, ഇപ്പൊ നേരത്തെ മറ്റേ സുരേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ കിടക്കുന്ന പൈസ എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ആ ഡെപ്പോസിറ്റിന്റെ തോത് കുറയുകയും സേവിങ് കുറയുകയും അത് വീണ്ടും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ കുറവാണ് കാണിക്കുന്നത്. അപ്പം പ്രൈവറ്റ് മേഖലയിലെ ഇൻവെസ്റ്റ്മെന്റ് അതുവഴി കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യം നമ്മൾ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൂടുതൽ മണി പമ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അതും എല്ലാ സെക്ടറിനെയും, ഇപ്പം അഗ്രികൾച്ചർ ആയാലും ശരി, ഇൻഡസ്ട്രി ആയാലും ശരി, ഇപ്പൊ സർവീസ് മേഖലയിലൊക്കെ ഗ്രോത്ത് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മണി ഈ മേഖലയിലൊക്കെ പമ്പ് ചെയ്താൽ മാത്രമേ ബാങ്കിങ്ങിനും. അത് വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അരവിന്ദ് പന്നകാരിയ ഇപ്പം 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ്. അദ്ദേഹം 2-3 പ്രാവശ്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് പ്രൈവറ്റൈസേഷൻ ഓഫ് ബാങ്ക്സ് അത്യാവശ്യമാണെന്ന്, നാഷണലൈസ്ഡ് ബാങ്ക്സ്. അപ്പൊ അത് എന്തെങ്കിലും തരത്തിൽ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ഉണ്ടാവും എന്നുള്ളൊരു ചെറിയൊരു അപ്രിഹെൻഷനും ഇല്ലാതില്ല. കാരണം അവരിത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷെറി സാമുവൽ, നികുതിദായകരെ സംബന്ധിച്ച് നിലനിൽക്കുന്ന ഒരു കൺഫ്യൂഷനാണ് പഴയ റെജിമാണോ പുതിയതാണോ നല്ലതെന്ന്. പഴയതിനെ അപേക്ഷിച്ച് പുതിയ നികുതി വ്യവസ്ഥയുടെ ഗുണദോഷങ്ങൾ എന്തെല്ലാമാണ്? സാറേ, ഇപ്പത്തെ ഒരു പുതിയതായിട്ട് ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ എംഫസിസ് എന്ന് പറഞ്ഞാൽ ന്യൂ ടാക്സ് റെജീം സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഗവൺമെന്റിന്റെ ഒരു ഉദ്ദേശം. നമ്മൾ ആദ്യം നമ്മുടെ ഇന്റർവ്യൂയുടെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ സംസാരിച്ച പോലെ പഴയ സ്കീം ബ്രോഡ്ലി എന്ന് പറഞ്ഞാൽ ന്യൂ ടാക്സ് റെജീമിൽ പ്രത്യേകിച്ചും ഒരു പ്രിസ്ക്രൈബ് ആയിട്ടുള്ള എക്സംഷൻസ് മാത്രമേ ഉള്ളൂ, പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൾഡ് ടാക്സ് റെജീമിൽ ഫോർ എക്സാമ്പിൾ ATCയിൽ കിടക്കുന്ന കുറെ ബെനിഫിറ്റ്സ് നമുക്ക് ഓൾഡ് ടാക്സ് സ്കീമിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പത്തെ ഒരു ഇൻകം ടാക്സിന്റെ നിയമം നോക്കുകയാണെങ്കിൽ ന്യൂ ടാക്സ് സ്കീമാണ് ഡീഫോൾട്ട് ആയിട്ട് വരുന്ന ഒരു റിജീം. ഒരു ടാക്സ് അസോസിയേഷൻ സംബന്ധിച്ചോളം ഡീഫോൾട്ട് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ ഇൻകം ടാക്സ് ഇപ്പോൾ എന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ന്യൂ ടാക്സ് സ്കീമാണ് ആദ്യം വരുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സിംപ്ലിഫൈഡ് സ്കീമാണ്. അതിൽ യാതൊരു ഡിഡക്ഷൻസും ഇല്ല, യാതൊരു സ്പെസിഫിക് എക്സംഷൻസും ഇല്ല, അൺലൈക്ക് ദി ഏർലിയർ റിജീം. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ തവണത്തെ ബജറ്റിൽ അവർ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് 75,000 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ആ ന്യൂ ടാക്സ് സ്കീമിൽ മിക്കവാറും ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 മിക്കവാറും 1 lakhലോട്ട് കൂട്ടി വരാൻ ആണ് കൂടുതലായിട്ടൊരു സാധ്യത. അതുപോലെ തന്നെ നമ്മൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ ഈ എക്സെപ്ഷൻ ലിമിറ്റ് അത് മിക്കവാറും 7 lakhs. സാർ ഇപ്പൊ ആദ്യം പറഞ്ഞത് 15 lakhs ആവുമോ ഇല്ലയോ, എന്റെ ഒരു കാഴ്ചപ്പാടിൽ അത് 10 lakhs വരെ നിൽക്കാനാണ് കൂടുതലായിട്ടൊരു സാധ്യത. സാർ എന്റെ ഒരു ബ്രോഡായിട്ട് നോക്കുക, ഒരു പ്യോർലി ഒരു എക്കോണമിസ്റ്റ് ആയിട്ട് ഇപ്പൊ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ ന്യൂ ടാക്സ് സ്കീം 5 ലക്ഷമായിരുന്നു എക്സംഷൻ ലിമിറ്റ്. ആ 5 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 7 lakhsലോട്ട് നമ്മൾ കൂട്ടി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തെ ബജറ്റിൽ 5 lakhs 7 lakhsലോട്ട് കൂട്ടി. അതിൽ നമുക്ക് എത്ര എന്താണ് നമുക്ക് കിട്ടിയ ബെനിഫിറ്റ്? ഇപ്പം 7 lakhs നമ്മൾ 10 ലക്ഷത്തിലോട്ട് കൂട്ടി എന്ന് കരുത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ
അത്രത്തോളം എമൗണ്ട് ഇപ്പം കുറയും. പേഴ്സണൽ ഇൻകം ടാക്സ് അതോടെ സ്വാഭാവികമായിട്ട് കുറയും. നമ്മുടെ ഇപ്പോൾ ഡിസ്കഷൻ സാർ ഒരു കാര്യം ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ എവിടെ നിന്നാണ് വരാൻ പോകുന്നത്? ഇപ്പൊ ബ്രോഡ്ലി നമ്മുടെ എക്കണോമിക് സ്റ്റഡീസ് ബ്രോഡ്ലി ഇപ്പൊ നോക്കുവാണെങ്കിൽ പൊതുവെ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് സ്പെൻഡിങ് ആസ് ഫാർ ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് സ്പെൻഡിങ് ഇപ്പോൾ വരാൻ പോകുന്നത്? ഇപ്പം മിക്കവാറും സ്പെൻഡിങ് വരാൻ പോകുന്നത് ഗവൺമെന്റ് കയ്യിൽ മാത്രമാണ്. നമ്മളിപ്പം ടാക്സ് റേറ്റിൽ ഇപ്പോൾ സൂരജ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടാക്സ് റേറ്റിൽ ടിങ്കറിങ് ചെയ്തിട്ട് യാതൊരു പ്രയോജനമില്ല. ഒരു 7 lakhs 10 lakhs ആക്കുന്നു, അതൊരു ചെറിയ ഒരു റെമഡിയാണ്. പക്ഷെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആർ വി ക്യൂറിംഗ് ദ ക്യാൻസർ? ചുമ്മാ സിംറ്റമാറ്റിക് ആയിട്ട് ചില റിലീസ് കൊടുക്കുന്ന അത് ടെമ്പററി ആസ്പെക്ട് തന്നെയാണ്. നമ്മളിപ്പോ ചിന്തിക്കേണ്ട നമ്മൾ ബ്രോഡായിട്ട് വേണം ചിന്തിക്കാനായിട്ട്. ഹൗ ഡു വി കീപ് ദി എക്കോണമി പമ്പിങ്? ഞാൻ വേറെ ഇന്റർവ്യൂ പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യയുടെ ഒരു ആനിമൽ സ്പിരിറ്റ് ഉണ്ട്. ആ ആനിമൽ സ്പിരിറ്റ് വേണം ഇപ്പം കൊണ്ടുവരാനായിട്ടുള്ളൂ. ആ ആനിമൽ സ്പിരിറ്റ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതാണ് ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞത്. ഡിസ്പ്യൂട്ട് ആയിട്ട് പെൻഡിങ് കിടക്കുന്ന ടാക്സ് ഡിസ്പ്യൂട്ട്സ് അത് നമ്മൾ ആദ്യം നോക്കണം. നമ്മൾ എങ്ങനെ, ഹൗ കെൻ വി റിയലൈസ് ദാറ്റ്? ഗവൺമെന്റിന്റെ എംഫസിസ് ടാക്സ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനിലോട്ട് മാറുവാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ടാക്സ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. ഫോർ എക്സാമ്പിൾ സാർ പറയുമായിരിക്കും പഴംപൊരിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. പഴംപൊരിയുടെ റേറ്റ് 18%. ഒരു ബിസിനസിനെ സംബന്ധിച്ചോളം എത്രത്തോളം സിംപ്ലിഫൈഡ് ആവുന്നോ ബിസിനസ് അത്രത്തോളം ഇറ്റ് വിൽ ബി ഈസി ടു കണ്ടക്ട് ബിസിനസ്. വെറുതെ ഡാവോസ് പോയിട്ട് അവിടെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ചു വരുന്നത് യാതൊരു പ്രയോജനമില്ല. പൊതുവെ കേരളത്തിന്റെ സ്ഥിതി നോക്ക്, നമ്പർ ഓഫ് ബിസിനസ്സസ് ദാറ്റ് ആർ ഷട്ടിംഗ് ഡൗൺ. നമ്മളിപ്പോ ചിന്തിക്കേണ്ടത് ഹൗ ഡു വി സോർട്ട് ഓഫ് എംപവർ ബിസിനസ്. അതുകൂടാതെ തന്നെ നമ്മൾ ഹൗ ഡു വി മേക്ക് ദി ബിസിനസ് എൻവയറൺമെന്റ് ഫാർ മോർ ഫ്രണ്ട്ലി. ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് റേറ്റിന്റെ ചേഞ്ച്, ക്യാപിറ്റൽ ഗെയിൻസിന്റെ എക്സെപ്ഷൻ കുറവ്, അതൊരു ചെറിയ ഒരു റെമഡി മാത്രമാണ്. നമ്മളിപ്പം ബ്രോഡായിട്ട് വേണം ചിന്തിക്കാനായിട്ടുള്ളൂ. ഇപ്പം വേറെ സാർ ഇപ്പം പറഞ്ഞൊരു പോയിന്റ് NPA സിറ്റുവേഷൻ ഇപ്പോൾ സാർ ഇപ്പം പറഞ്ഞ പോലെ March 2026 3% ആയിട്ട് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം നോക്കാൻ നേരത്ത് വാട്ട് ആർ വി ഡൂയിങ് ടു ഈ സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. അതിന്റെ ഒരു റെമഡി എന്ന് പറഞ്ഞാൽ അവർ ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് കൊണ്ടുവന്നു. ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഒരു സാഡ് ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഈ അഡ്മിറ്റഡ് ക്ലെയിംസിൽ ആകെ 32% മാത്രമേ റിയലൈസ് ആയിട്ടുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ 100 ഡെറ്റ് ഉണ്ടെങ്കിൽ 32% മാത്രമാണ് റിക്കവറി റേറ്റ്. അപ്പൊ നമ്മളിപ്പം പ്യോർലി ഒരു എക്കോണമിസ്റ്റ് ആയിട്ട് നോക്കുക, വി ഹാവ് ടു ലുക്ക് അറ്റ് ഹൗ ടു ബൂസ്റ്റ് കളക്ഷൻസ്. ഈ സ്റ്റൈലിസ്റ്റിക് ആയിട്ട് റേറ്റ് മറ്റേ എക്സെപ്ഷൻ ലിമിറ്റ് കൂട്ടുക, 7 lakhs 10 lakhs 15 lakhs 20, അത് പ്യോർലി സ്റ്റൈലിസ്റ്റിക് ആണ്. പക്ഷേ നമ്മുടെ സിസ്റ്റമിൽ കിടക്കുന്ന ക്യാൻസർ അത് വേണം അഡ്രസ് ചെയ്യാൻ. അതാണ് ഞാൻ ആദ്യം പറയാം. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ടി നരേന്ദ്രൻ, ബാങ്കിങ് മേഖലയെ പോസിറ്റീവായോ നെഗറ്റീവായോ സ്വാധീനിക്കാവുന്ന നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണ മാറ്റങ്ങൾ ഈ ബഡ്ജറ്റിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ബാങ്കിങ് സെക്ടർ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങളോട് നീതീകരിക്കത്തക്ക രീതിയിലല്ല. നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റൈസേഷനൊക്കെ ലാർജ് സ്കെയിലിൽ വന്നേക്കാം. ഒരു കാര്യമുണ്ട്, ബാങ്കിങ് സെക്ടർ സ്റ്റാൻഡ് അലോൺ അല്ല. ഞാൻ ആദ്യം പറഞ്ഞതാണ്, പൊതുവായ ഒരു എൻവിറോൺമെന്റ് ക്രിയേഷനാണ്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ പ്രശ്നം അതുമാത്രമല്ല, TV ചെലവില്ല, ഫ്രിഡ്ജ് ചെലവില്ല, വീടിന്റെ ഇൻവെന്ററി കൂടുന്നു, എല്ലായിടത്തും കൺസ്യൂമറിസം കുറയാണ് ചെയ്യുന്നത്. ഫോർ വാട്ട് പർപ്പസ്? ഇതാണ് കാരണം, വാങ്ങൽ ശേഷി ഇല്ലാത്തതാണ്. കോർ സെക്ടറിൽ പോയി അഡ്രസ് ചെയ്യാതെ കണ്ടുള്ള പെരിഫറൽ ചികിത്സ കൊണ്ട് സിസ്റ്റമാറ്റിക് ക്രൈസിസിന് ഫെയർ ആൻഡ് ലെവലിൽ പരട്ടിയാൽ പ്രശ്നം തീരില്ല. ദിസ് ഈസ് ദ കോർ ഇഷ്യൂ. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാത്ത പ്രശ്നം, ചെലവ് കൂടുന്ന പ്രശ്നം, എംപ്ലോയ്മെന്റ് ഇലാസ്റ്റിസിറ്റി കുറയുന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. 90കളില് 1% GDP കൂടിയാൽ 2 ലക്ഷം തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഇപ്പൊ കൂടിക്കഴിഞ്ഞാൽ മൈനസ് ആണ്. ഇതാണ് കോർ ഇഷ്യൂ. ഈസ് ഓഫ് ഡൂയിങ് ആണ് എല്ലാവരും പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേണമെങ്കിൽ ഈസ് ഓഫ് ലിവിങ് സിറ്റുവേഷൻ ഇൻ ദ കൺട്രി അതിന്റെ പ്രീ കണ്ടീഷനാ. ആ ഭാഗം അഡ്രസ്സേ ചെയ്യുന്നില്ല. നമ്മുടെ ചർച്ചയിൽ അത് അഡ്രസ് ചെയ്യണ്ട, ബജറ്റിൽ അഡ്രസ് ചെയ്യണ്ട. ബട്ട് ദ ഇഷ്യൂ ഈസ് ദാറ്റ് ഒരു സോഷ്യൽ അൺറസ്റ്റ് മൗണ്ട് ചെയ്യും കേട്ടോ. ഇതാണ് ഇന്ത്യയില് ലോകത്ത് അനുഭവപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ത്രെട്ട്. അഡ്രസ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് നെഗ്ലക്ട് ചെയ്യാം. ഏത് ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യാത്തതുപോലെ യു ക്യാൻ നെഗ്ലക്ട് ഇറ്റ്. ഈ സോഷ്യൽ അൺറസ്റ്റിനും
നെഗ്ലക്ട് ചെയ്യാം. ടെമ്പററി ആണ്. വലിയ ക്രൈസിസ് വരും. ഇതാണ് 29 സാമ്പത്തിക മാന്ദ്യം പോലെയുള്ള ഒരു സാധനം വരും എന്നുള്ളതൊക്കെ അത്യാവശ്യം ആളുകൾ പറയുന്നതിന്റെ അടിസ്ഥാനപരമായ വിഷയം വാങ്ങൽ ശേഷി കുറയുന്ന മഹാഭൂരിപക്ഷം ജനതയുടെയാണ്. ഉപരിതലത്തിൽ കാണിക്കുന്ന ഈ ഗിമ്മിക്കുകളുടെ പിന്നാലെ ഡിസ്കഷനും ആക്ഷനും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഭാവി വളരെയധികം പതറ്റിക് സിറ്റുവേഷൻ ആണ്. ഒരു യൂത്തിന്റെ എംപ്ലോയ്മെന്റിന്റെ സ്ഥിതിയും അവരുടെ വരുമാനം മാത്രം നോക്കിയാൽ മതി. അത് വളരെ ടെറിബിൾ സിറ്റുവേഷനിലേക്കാണ് പോണത്. അത് അഡ്രസ് ചെയ്യാൻ ബാങ്കുകള് അല്ലെങ്കിൽ അതനുസരിച്ചുള്ള സ്ഥാപനങ്ങള് 30 ലക്ഷം തസ്തികകളാണ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങളിൽ ഫില്ലിയാതെ കിടക്കുന്നത്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് 2 വീലർ കച്ചവടം എത്ര നടക്കുന്നറിയാമോ? എത്ര വീട് വിറ്റ് പോകുന്നറിയാമോ? എക്കണോമിയിൽ എത്ര വലിയ സക്രിയത ഉണ്ടാവുന്നറിയാമോ? ഈ കാറ്റലിസ്റ്റ് ഉപയോഗിച്ചാലേ നമ്മുടെ നാട്ടിൽ മാറ്റം വരുള്ളൂ. അല്ലാതെ കണ്ടുള്ളതൊക്കെ നല്ല ഗിമ്മിക്കുകളാണ്. യെസ്. ശരി, ശ്രീ കെ ബാബു, ശ്രീ ടി നരേന്ദ്രൻ പറഞ്ഞതുപോലെ വാങ്ങൽ ശേഷിയിൽ കുറവ് വരുന്നുണ്ട്. അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അതുപോലെ ബാങ്കുകൾ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്, പ്രത്യേകിച്ച് കുറഞ്ഞ ചെലവിലുള്ള കാസ പോലെയുള്ള നിക്ഷേപങ്ങൾ. അപ്പം ഈ തരത്തിലുള്ള വിഷയങ്ങൾ ബഡ്ജറ്റിൽ അഡ്രസ്സ് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അത് അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അത്തരം കാര്യങ്ങൾ അത് റിയാലിറ്റിയാണ്. അതായത് ആളുകളുടെ മുന്നിലുള്ള പർച്ചേസിംഗ് പവർ പറയുന്നു, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കൺസംഷൻ കുറയുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ റിസർവ് ബാങ്ക് അടക്കമുള്ള നമ്മുടെ എല്ലാ പ്ലാനിംഗ് ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് എല്ലാം റിയാലിറ്റീസ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അതിനെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇതുപോലെ ബാങ്കുകളിലെ സേവിങ്സ് കുറയുന്നു എന്ന് പറയുന്നത് വലിയൊരു സിംറ്റമാണ്. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നേരത്തെ മാഡം പറഞ്ഞത്, നേരത്തെ സംസാരിച്ചില്ല, 1.5 ട്രില്യൺ നമ്മളൊരു ഒരു ഇൻസ്ട്രുമെന്റ്സ് വഴി, ടെമ്പററി ഇൻസ്ട്രുമെന്റ്സ് വഴി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിക്വിഡിറ്റി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അത് പക്ഷേ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റുകളാണ് അതെല്ലാം. പക്ഷെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യുന്നത് തന്നെയാണ്. സ്ട്രക്ചറൽ സ്ട്രെങ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള പല പോയിന്റുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ വ്യൂ അത് തന്നെയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്ട്രെങ്തനിങ്, റീവിസിറ്റിംഗ് തന്നെയാണ് ഒരു ബജറ്റിൽ നിന്ന് ഒരു രാജ്യം ആഗ്രഹിക്കുന്നത്. ഫിനാൻഷ്യൽ സെക്ടർ ആണെങ്കിലും അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ അനിതകുമാരി, മൊത്ത വ്യാപാര മേഖലയ്ക്ക് വായ്പ നൽകുന്ന കാര്യങ്ങളിൽ ബാങ്കുകൾ ജാഗ്രത പുലർത്തുന്നുണ്ട്. സമീപകാലത്ത് ഇത് വളരെ മന്ദഗതിയിലാണ്. സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രധാനമായ ഈ വിഭാഗത്തിന് വായ്പ നൽകുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലേ? ഇതിന് നികുതി ആനുകൂല്യങ്ങളും മറ്റ് നടപടികളും ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും നമുക്ക് ആ മേഖല വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൈവറ്റ് കൺസംഷൻ കൂടത്തുള്ളൂ. കാരണം 65% നമ്മുടെ കൺസംഷൻ വരുന്നത് പ്രൈവറ്റ് മേഖലയിൽ നിന്നാണ്. അപ്പൊ അവിടെ കൂടുതൽ ബൂസ്റ്റിംഗ് ഉണ്ടായത്, അതായത് അവർക്ക് കൂടുതൽ ബാങ്ക് വായ്പകളൊക്കെ സാധ്യമാക്കിയാൽ മാത്രമേ ശരിക്കും ഈ ബിസിനസ്സുകൾ, ഇപ്പൊ നമുക്ക് കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ചെറുകിട ബിസിനസ്സുകളെല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. പല സ്ഥലത്തും അത് കാണുന്നുണ്ട്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ വരവാണോ, ആളുകൾക്ക് വാങ്ങൽ ശേഷി ഇല്ലാത്തതാണോ, അത് ശരിക്കും വളരെ സീരിയസ് ആയിട്ട് അഡ്രസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ്. നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ ഇത് പലപ്പോഴും ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. എന്തുകൊണ്ട് ഈ ചെറുകിട വ്യാപാരങ്ങളെല്ലാം അടയ്ക്കുന്നു? അത് ഈ ഓൺലൈൻ പർച്ചേസ് ഒക്കെ അതിനെ സ്വാധീനിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഇൻഫ്ലേഷന്റെ കാര്യമാണ്. കാരണം ശരിക്കും വിലക്കയറ്റം ആൾക്കാരെ അങ്ങ് വീർപ്പ് മുട്ടിക്കുകയാണ്. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റേറ്റ് ഓഫ് ഇൻക്രീസ് വലുതായിട്ട് കാണുന്നില്ല. പക്ഷെ സാധനങ്ങളുടെ വില രൂക്ഷമായിട്ട് ഇൻക്രീസ് ചെയ്യണം. തികച്ചും ഒരു കഴിഞ്ഞ വർഷം ഒരു 15,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരാൾക്ക് അത് ഏകദേശം ഇൻഫോർമൽ സെക്ടറിൽ 15-20,000-നകത്താണല്ലോ കിട്ടുന്നത്. അപ്പൊ അവർക്കിത് ഒരിക്കലും അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവരുടെ ആ ഒരു എന്താ പറയണ്ടേ, ബോത്ത് എൻഡ് മീറ്റ് ചെയ്യാനേ അവർക്ക് പറ്റുന്നില്ല. അപ്പം ശരിക്കും ബാങ്കിങ് മേഖലകൾക്കും പേടിയുണ്ട്. കാരണം നമുക്ക് കോപ്പറേറ്റീവ് സെക്ടറിന്റെ അവസ്ഥ നമുക്കറിയാലോ. കാരണം വായ്പ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പം ബാങ്കുകൾ കൂടുതൽ ഡിമാൻഡുകൾ വെക്കുകയാണ്. അവർക്ക് തന്നെ അറിയാം. ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ കോൺട്രാക്ടേഴ്സ് പോയി വായ്പ ചോദിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞാല്
കോർപ്പറേറ്റ്സിന് നല്ല സ്ട്രെങ്ത് ഉള്ള ആൾക്കാർക്ക് വായ്പ കൊടുക്കാനേ ബാങ്കുകൾ തന്നെ അവരുടെ ഒരു തീരുമാനം അങ്ങനെയാണ്. കാരണം പറയും മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ എല്ലാവരെയും കൺസിഡർ ചെയ്യുന്ന രീതിയിലാണ് ബാങ്കിങ് സിസ്റ്റം ഇരിക്കുന്നതെന്ന് പറയും. പക്ഷെ അവർക്ക് ഈ പൈസ തിരിച്ചു ബാങ്കിൽ കിട്ടണ്ടേ? അപ്പൊ അതിനുള്ള ശേഷി ഈ വായ്പ എടുക്കുന്ന ആൾക്കാർക്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ നമ്മൾ പറഞ്ഞ ഇപ്പൊ ഹോൾസെയിൽ മേഖലയിൽ അവർക്ക് കച്ചവടം നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ തിരിച്ചടവ് സാധ്യമാകത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം ശരിക്കും എക്കോണമിയെ സാരമായിട്ട് ബാധിക്കും. അപ്പൊ ശക്തമായ നടപടികൾ ഈ മേഖലയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു അഗ്രഗേറ്റ് ഡിമാൻഡിന്റെ ഫോള് ഇനിയും തുടർന്നുണ്ടാവുകയും എക്കോണമിയിൽ ഒരു സ്ലഗിഷ്നെസ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് വളരെ ശക്തമായ നടപടികളുമായിട്ട് ഈ ബഡ്ജറ്റിൽ നമ്മുടെ എംപ്ലോയ്മെന്റിന്റെ കാര്യമായാലും ബാക്കിയുള്ള പ്രൈവറ്റ് കൺസെപ്റ്റിനെ സംബന്ധിച്ച് കൂട്ടുന്ന കാര്യത്തിലാണെങ്കിലും ശക്തമായ നടപടികൾ ഉണ്ടാവും. ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ ഷെറിൽ സാമുവൽ, ഡിസ്പോസിബിൾ ഇൻകവും ഉപഭോക്തൃ ആവശ്യവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നികുതി ഇളവ് ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അത് ഉറപ്പായിട്ടുണ്ടാവും. അതിലെനിക്ക് യാതൊരു ഡൗട്ടില്ല. അത് തന്നെ ഒരു ഹെഡ്ലൈൻ ഐറ്റം ആയിരിക്കും. എക്സംപ്ഷൻ ലിമിറ്റ് 7 lakhs വെച്ച് ഹൈപ്പോത്തറ്റിക്കലി 7 lakhs 15 lakhs കൂട്ടി. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ രണ്ടാമത് ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഓക്യുപൈഡ് പ്രോപ്പർട്ടി അത് ചിലപ്പം കൂട്ടാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ സെൽഫ് ഓക്യുപൈഡ് പ്രോപ്പർട്ടിയുടെ 1.5 lakhs ലിമിറ്റ് മിക്കവാറും അതും ന്യൂ ടാക്സ് റെജിമിൽ കൊണ്ടുവരാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ബാബു സാർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ഇൻട്രസ്റ്റ് അതിൻ്റെതായ ചിലപ്പോൾ റേറ്റ് കുറയ്ക്കാനും സാധ്യതയുണ്ട്. പക്ഷേ അറ്റ് ദ കോസ്റ്റ് ഓഫ് റെപ്പിറ്റേഷൻ സാറേ, നമ്മുടെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹെഡ്ലൈൻ ഐറ്റം കണ്ടിട്ട് നമ്മൾ സന്തോഷിപ്പിക്കും. ഫോർ എക്സാമ്പിൾ എന്റെ റേറ്റ് കുറവാണ്, ഞാൻ ഹാപ്പി. പക്ഷെ ഫോർ എക്സാമ്പിൾ അതിന് എന്റെ റേറ്റ് കൂടിയാൽ അദാനിയുടെ റേറ്റ് അല്ലെങ്കിൽ വേറെ റേറ്റ് കുറഞ്ഞാൽ ഐ വിൽ ഫീൽ സാഡ്. അതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് ഹ്യൂമൻ ടെൻഡൻസി. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഡിസ്കഷൻ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ബ്രോഡായിട്ട് വേണം ചിന്തിക്കാനായിട്ടുള്ളത്. അപ്പൊ ആദ്യം അറ്റ് ദ കോസ്റ്റ് ഓഫ് റെപ്യൂട്ടേഷൻ സാറേ, ഞാൻ ഇപ്പം മാഡം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് ബിസിനസ്സസ് ദാറ്റ് ആർ ഷട്ടിംഗ് ഡൗൺ ഇൻ കേരള, അത് സങ്കടമായ ഒരു കാര്യം തന്നെയാണ്. മിക്കവരും പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ഇപ്പൊ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കണം. കേരളത്തിൽ നോക്കുകയാണ് ദ നമ്പർ ഓഫ് യൂത്ത് അൺഎംപ്ലോയ്ഡ് തന്നെ നോക്കാം, അതും തന്നെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കാം. അപ്പം നമ്മളിപ്പോ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ വേറെ ഗോൾ വെച്ചിട്ട് 2047 ആവുന്നിടത്ത് വി വിൽ ബി എ ഡെവലപ്ഡ് കൺട്രി. ഇത് ചുമ്മാ ഒരു കഥ, ഒരു ഫേബിൾ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുവാണ് സാറ്. അതാണ് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞത്. നമ്മളിപ്പം നോക്കേണ്ട കാര്യം ഹൗ ഡു വി സ്റ്റാർട്ട് സ്ട്രെങ്തനിങ് ബിസിനസ്സസ്. അതാണ് നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് വേണം ചിന്തിക്കാനായിട്ടുള്ളത്. വെറുതെ സ്റ്റൈലിസ്റ്റിക് ആയിട്ട് സ്ലാബ് റേറ്റ് കൂട്ടി ഒരു ഇളവ് നമ്മൾ കൊണ്ടുവന്ന് ഒരാളെ സന്തോഷിപ്പിക്കാനായിട്ട് ഈ പറഞ്ഞ മെഷർ നമ്മൾ ഇപ്പൊ നമ്മൾ ചെയ്യുവാണെങ്കിൽ സാറ് അത് ആബ്സല്യൂട്ട്ലി സൂസൈഡലായിരിക്കും. ബ്രോഡ്ലി വേൾഡ് എക്കോണമി തന്നെ നോക്കുവാണെങ്കിൽ ദ ഫാക്ട് ഇസ് ദി റുപ്പി ഈസ് ഡെപ്രീഷിയേറ്റിംഗ്. വേറെ കാര്യം, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ആർട്ടിക്കിളിൽ വന്നിട്ടുണ്ടായിരുന്നു, the salary that one gets of 10 lakh right now has lost its value in comparison with the previous period of time. The value of the rupee itself is dropping. ആ ഒരു ബ്രോഡായിട്ട് എക്കണോമിക് ഒരു സിറ്റുവേഷൻ നമ്മൾ ബ്രോഡായിട്ട് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ ചിന്തിക്കേണ്ട കാര്യം ഹൗ ഡു വി നൗ സ്റ്റാർട്ട് റിവൈവിംഗ് ദി എക്കോണമി. അതാണ് ഞാൻ എന്റെ ഫോക്കസ് ഏരിയസ് 2 ആണ് സാർ. 1, ബ്രിങ്ങിങ് ഓഫ് ടാക്സ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ്. അതാണ് എന്റെ ആദ്യത്തെ ഒരു ആസ്ക്. ഫോർ എക്സാമ്പിൾ നമ്മൾ സിംഗപ്പൂർ തന്നെ നോക്കുന്ന കാര്യം ഞാൻ ഒരു ഉദാഹരണം പറയാം. സിംഗപ്പൂർ പറഞ്ഞ രാജ്യത്തിന് സാറേ ഈ ടാക്സ് റേറ്റിന്റെ ഡിസ്കഷൻ നെഗോസിയേഷൻ ബേസ്ഡ് ആണ്. അവർ പറയും ഞാൻ ടാക്സ് റേറ്റ് 7% ഞാൻ കുറച്ച് തരാം, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കുറെ കമ്പനി സിംഗപ്പൂർ അവർ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ സബ്സിഡറി തുടങ്ങിയിട്ടുണ്ട്. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അവിടുത്തെ ഇന്ത്യൻ ഇൻലൻഡ് ടാക്സ് റവന്യൂ ആയിട്ട് പോയി സംസാരിക്കും. നമ്മൾ പറയും ഞാൻ ഇത്ര റവന്യൂസ് ഞാൻ കൊണ്ടുവരാൻ പോവാ, ഞാൻ ഇത്ര എംപ്ലോയ്മെന്റ് ഞാൻ കൊണ്ടുവരും സിംഗപ്പൂരിൽ, ഇത് ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്ത് തിരിച്ചു കിട്ടും. അങ്ങനെയാണ് അവിടുത്തെ നെഗോസിയേഷൻ തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ സിംഗപ്പൂർ റേറ്റ് ഗോസ് ആസ് ലോ ആസ് 7%. അതുകൂടാതെ തന്നെ there are a lot of incentives given by the government. പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇന്ത്യയുടെ സ്ഥിതി നമ്മൾ നോക്കുവാണെങ്കിൽ സൂരജ് ആദ്യം പറഞ്ഞിട്ട് ആബ്സല്യൂട്ട് ലാക്ക് ഓഫ് ക്ലാരിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ GST തന്നെ നോക്കും സാറേ, ഏത് പഴംപൊരിക്ക് 18%, ഉണിയപ്പത്തിന് 5%. അതിലെന്ത് ഇത്ര കൺഫ്യൂഷൻ കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാനാണ് സാറേ? ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഞാൻ മടങ്ങി വരാം. ശ്രീ ടി നരേന്ദ്രൻ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മധ്യവർഗത്തെ പിന്തുണയ്ക്കുന്നതിനും ഉപഭോക്തൃ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും
ബഡ്ജറ്റിൽ എന്തെല്ലാം നടപടികൾ ഉൾപ്പെടുത്തണമെന്നാണ് താങ്കൾ കരുതുന്നത്? പ്രധാനമായിട്ടും ഇവിടെ നേരത്തെ എല്ലാവരും ഒരു കോൺസെൻസസിൽ എത്തിയതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് കൂട്ടിക്കൊണ്ട് മാത്രമേ കോർ ഇഷ്യൂ അഡ്രസ് ചെയ്യപ്പെടുള്ളൂ. പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഹിസ്റ്റോറിക്കലി കറക്റ്റാണ്. സ്വാതന്ത്ര്യം നേടി എങ്ങനെയാണ് പ്രൈവറ്റ് ക്യാപിറ്റലിനെ വൈബ്രന്റ് ആക്കിയത്? എക്സ്ക്ലൂസീവ് ഇന്റർവെൻഷൻ ഓഫ് പബ്ലിക് സെക്ടറാണ്. അത് സ്ട്രെങ്തൻ ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ചപ്പോഴാണ് ഉണ്ടായത്. എപ്പോഴാണ് ഇപ്പോൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലും വരാത്തത്? 90s തുടങ്ങി ഗവൺമെന്റ് ബാക്ക് ട്രാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫേസ്ഡ് മാനറിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല. ഇറ്റ് ഈസ് കറക്റ്റ് ആണത്. അപ്പൊ അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിനെ പോലും പോഷിപ്പിക്കാൻ ഗവൺമെന്റ് ഇന്റർവെൻഷൻ കൂടണം. വരുമാനം ഇല്ലെങ്കിൽ ടാക്സ് ദ കോർപ്പറേറ്റ്സ്. എന്തിനാണ്? ഫോർ ദ സർവൈവൽ ഓഫ് ദ കോർപ്പറേറ്റ്സ് ഇൻ ദ ലോങ് റൺ. ഇത് വലിയൊരു എക്കണോമിക്സ് ആണ്. അത് അർത്ഥത്തിൽ തന്നെ നിലനിൽക്കേണ്ടതുണ്ട്. കമ്മിങ് ടു കേരള, ഒറ്റ പോയിന്റ് പറയുന്നത്, കേരളത്തിനെ നോക്കുമ്പോൾ നമ്മൾ കേരളത്തിനെ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ശരാശരിയും കൂടി നോക്കിയാലേ പറ്റുള്ളൂ. 3 കൊല്ലമായിട്ട് കേരളത്തില് ഒരു 3.5 ലക്ഷം SME യൂണിറ്റുകൾ, ചായക്കട ആവാം, പഴംപൊരി ഉണ്ടാക്കുന്നതാവാം, ഗ്രാഫിക് നിർമ്മാണം ആവാം, ബട്ട് യൂണിറ്റ് ഈസ് ദെയർ. ചെറിയ കാര്യമല്ല കേട്ടോ അത്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നോക്കണം നമ്മൾ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താ? നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ ഗ്രോത്ത് എത്രയാ? 3%. ചൈന 28%, അമേരിക്ക 70%, നമ്മുടെ എത്രയാ? 3%. എങ്ങനെ ഉണ്ടാവുന്നത്? ഇതുപോലെ തന്നെ പറ്റുള്ളൂ. ഇന്ത്യ ഗ്രാമങ്ങളിലാണല്ലോ ജീവിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ എംപവർ ചെയ്യിക്കേണ്ടത്? ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ബാങ്കുകളുടെ റോള്. 3.5 ലക്ഷം ഗ്രാമങ്ങളിലുണ്ട് നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ ഇന്ത്യയില് 3.5 ലക്ഷമെങ്കിലുണ്ട്. 40,000 ഗ്രാമങ്ങളിലെ ബാങ്ക് ശാഖയുള്ളൂ. ബാങ്ക് ശാഖ 40,000 മാത്രം. സെമി അർബനും അർബനും ഒക്കെ ഉണ്ട്. നീരൊഴുക്ക് സാധ്യമാകണമെങ്കിൽ ഇപ്പോഴും നമ്മൾ പറയുന്നു, വി ഷുഡ് ഗോ ടു ദ ബേസിക്സ്. കോർ ഇഷ്യൂ, ബേസിക് ഇഷ്യൂവിൽ പോകാതെ കണ്ട് നിങ്ങൾക്ക് കോൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ താൽക്കാലികമായിട്ട് ചില റിലേഷൻഷിപ്പിനൊക്കെ കുഴപ്പമുണ്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ആരെയാണ് നമ്മൾ അഡ്രസ് ചെയ്യണമെന്ന് നോക്കുമ്പോൾ ഇവരെ അഡ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കാണുന്ന ബ്ലോസം പിക്ചർ പോലും ഇല്ലാതാകും എന്ന ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഒരു തിയറട്ടിക്കലായിട്ട് പോലും നമുക്കതിനെ വേണ്ടിവരും. ഐഡിയോളജിക്കലിയും അത് വേണ്ടിവരും. ശരി, ഇപ്പോ എന്താ ഒറ്റ പോയിന്റ്, ഗ്ലോബലൈസേഷൻ പറഞ്ഞ ഓപ്പൺ മാർക്കറ്റ് ആയിരുന്നല്ലോ. വാട്ട് ഈസ് അമേരിക്ക ഡൂയിങ്? ദേശീയ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുക. ദിസ് ഈസ് എ മെയിൻ കോൺട്രഡിക്ഷൻ. യെസ്. ശരി, ശ്രീ കെ ബാബു, നമ്മൾ ബാങ്കിങ് സെക്ടറിലേക്ക് മടങ്ങി വരുമ്പോൾ NPAകൾ കൈകാര്യം ചെയ്യുന്നതിലും വീണ്ടെടുക്കുന്നതിലും ബാങ്കുകൾക്ക് പിന്തുണ ആവശ്യമുണ്ട്. കേസുകൾ വേഗത്തിൽ പരിഗണിക്കുന്നതിന് നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിൻ്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഈ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരികയാണല്ലോ. ഇത്തരം നടപടികൾക്ക് ഒരു പിന്തുണ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? ആ പിന്തുണ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വേണ്ടതാണ് താനും. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ IBC, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വന്നിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷെ അത് എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ അത്രമാത്രം ഇഫക്റ്റീവ് അല്ല അതിന്റെ ഫംഗ്ഷനിങ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ അതിന്റെ ഓപ്പറേഷണൽ ആയിട്ടുള്ള സ്ട്രെങ്തനിങ് ആവശ്യമുണ്ട്. അതിന്റെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞെങ്കിലും ആ ഡിസിഷൻ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. മീനിങ് ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ ആയിരുന്നു നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിച്ചത്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പോലെയുള്ള സ്ഥാപനങ്ങളിൽ കൂടുതലായിട്ടുള്ള ബ്രാഞ്ചസ് ഉണ്ടാവണം, കൂടുതലായിട്ടുള്ള എഫിഷ്യൻസീസ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കണം. അസറ്റ് റിക്കവറി കമ്പനികൾക്ക് അവരുടേതായിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ ആവശ്യമായിട്ടുള്ള ടാക്സ് സംവിധാനങ്ങൾ എൻഹാൻസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ബാങ്കുകളുടെ ഓൺലൈൻ, ഡിജിറ്റൽ, മൊബൈൽ, ഇന്റർനെറ്റ് ബാങ്കിങ് മുതലായ കാര്യങ്ങളിലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ ആവശ്യമുണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റുകളെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടാക്സ് റിബേറ്റ് മുതലായ കാര്യങ്ങൾ ഈ ബജറ്റിൽ തീർച്ചയായിട്ടും വരണം. എന്നാൽ മാത്രമേ ഫ്രോഡ് പ്രിവെൻഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാവുള്ളൂ. ഇപ്പോൾ വളരെ റാമ്പാന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ബാങ്കുകളുടെ ട്രാൻസാക്ഷൻസിലുള്ള ഫ്രോഡുകൾ. ഇതിലെ ഇൻവെസ്റ്റ്മെന്റുകൾ ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യണം, മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് അടക്കം കേന്ദ്ര ഗവൺമെന്റ് അടക്കം പറയുമ്പോൾ പോലും അതിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് മെഷേഴ്സ്
ഇപ്പോഴും വരുന്നില്ല എന്നുള്ളതും ഒരു റിയാലിറ്റിയാണ്. അത് കൊണ്ടുവരാനായിട്ട് ബജറ്റിലുള്ള പോളിസികളും ബജറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളും ഔട്ട്ലേകളും അതിന് സഹായിക്കണം. ക്രെഡിറ്റ് റിസ്ക് അസസ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചത് 3% NPA പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ ക്രെഡിറ്റ് റിസ്ക് അസസ്മെന്റ് കൊണ്ടുവരാനുള്ള ടൂളുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, കാപെക്സ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളും എൻകറേജുകളും കൊണ്ടുവരണം. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിംഗ് മേഖലയിൽ നിന്ന്, സാമ്പത്തിക മേഖലയിൽ നിന്ന്, ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ പ്രധാനപ്പെട്ട ഇഷ്യൂസ് എല്ലാം തന്നെ അഡ്രസ് ചെയ്യാൻ സാധ്യമാവുന്ന രീതിയിലുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പോളിസികളാണ്. കഴിഞ്ഞ വർഷം അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയുള്ള പോളിസികൾ ഉണ്ടായില്ലെന്ന കാര്യം കൂടെ ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രൊഫസർ അനിതകുമാരി, വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഈ ബഡ്ജറ്റ് ഇത് എങ്ങനെ അഡ്രസ്സ് ചെയ്യണമെന്നാണ് താങ്കൾ കരുതുന്നത്? ഈ ബഡ്ജറ്റിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടിയേ പറ്റത്തുള്ളൂ. അപ്പൊ അത് തീർച്ചയായിട്ടും എല്ലാ സെക്ടറിലും എത്തപ്പെടണം. അതിനോടൊപ്പം തന്നെ ഗവൺമെന്റ് ചെയ്ത നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കുള്ളതാണ്. വരുന്ന ഫിനാൻഷ്യൽ 25-24 അതിലിപ്പോ കഴിഞ്ഞ വർഷം നമുക്കൊരു 32 ലക്ഷം കോടിയിൽ നമ്മൾ 11 ലക്ഷം കോടിയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഏകദേശം വെച്ചേക്കുന്നത്. അപ്പൊ അത്രേ ഗവൺമെന്റിന് പറ്റുള്ളൂ. അതിന്റെ ഇപ്പൊ ഒരു 10% അല്ലെങ്കിൽ 15% കൂട്ടിയാലും നമുക്ക് എത്ര കൂട്ടാൻ പറ്റും? അപ്പം നമുക്ക് ഈ ഒരു പൊതുമേഖലയുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിനോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തിയേ പറ്റുള്ളൂ. കാരണം സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തണമെങ്കിൽ നേരത്തെ ഇവിടുത്തെ മറ്റ് സ്പീക്കേഴ്സ് പറഞ്ഞതുപോലെ തന്നെ ശരിക്കും അവരുടെ ഒരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിരിക്കണം. കാരണം ഒരു ഗവൺമെന്റ് ഓഫീസിൽ കയറി ഇറങ്ങി നടന്ന് ബുദ്ധിമുട്ടി ഒരു സാങ്ഷൻ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആളല്ല ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് ആ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, ശരിക്കും പറഞ്ഞാല് ഒരു ഒഫീഷ്യലി അങ്ങോട്ട് ചെന്ന് ഒരു താല്പര്യമുള്ള ഒരാളിന് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്കറിയാലോ. നമ്മളിപ്പോ ഒരു പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള ഒരു ബാങ്കിൽ നമുക്കൊരു ലോൺ എടുക്കും. ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടും. അപ്പം അത് എളുപ്പമായി. അതുപോലെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ഇറങ്ങി പ്രവർത്തിക്കണം. കാരണം ഇവിടെയുള്ള എന്റർപ്രണേഴ്സിനെയും അതുപോലെ ഇൻവെസ്റ്റേഴ്സിനെയും അവരുടെ ആ ഒരു വർക്ക് സ്മൂത്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്കോണമിയിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവുകയും, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സിന്റെ ചെറിയ എക്സംഷന്റെ കാര്യം പറഞ്ഞാൽ ഞാനൊന്ന് ആഡ് ചെയ്യാണ്. ഇപ്പൊ സിംഗപ്പൂരിന്റെ കാര്യം ഒരു സാറിവിടെ പറഞ്ഞു. പക്ഷെ നമ്മൾ ഓർക്കണം, ഇന്ത്യയിൽ 143 കോടി ജനങ്ങളുള്ളതിൽ 7.5 കോടി ആൾക്കാരാണ് നമ്മൾ. അത് ഇപ്പോഴാണ് ഇത്രയും കൂടിയ ഇൻകം ടാക്സിന്റെ പരിധിയിലുള്ളത്. അതിൽ പോലും 5 ലക്ഷത്തിൽ താഴെ ഇൻകമുള്ള ആൾക്കാരാണ് മോർ ദാൻ 65 to 70%. ബാക്കിയുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ഇൻകം ടാക്സ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു വലിയ ശക്തമായ ഇൻഫോർമൽ സെക്ടർ ഉള്ള ഒരു ഇക്കോണമിയാണ്. അപ്പം ആ ഇക്കോണമിയെ ത്വരിതപ്പെടുത്താനുള്ള എല്ലാ നടപടികളും, അതുപോലെ തന്നെ മറ്റ് ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ശക്തമായ നടപടികൾ, അതും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നടപടികൾ ഈ ബഡ്ജറ്റിൽ ഉണ്ടാവണം. അതോടൊപ്പം ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റ് ചെയ്യുന്നെങ്കിൽ മാത്രമേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് ഒരു 4-5 വർഷത്തെ ഒരു വിഷനോടുകൂടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഈ വർഷം ഇത്ര ചെയ്തു കഴിഞ്ഞു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എത്രയായെന്നുള്ളത് നമ്മൾ ശക്തമായിട്ട് നോക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു ഫ്യൂച്ചറിനെ ബാധിക്കും. അപ്പൊ ശക്തമായ നടപടികൾ അത്യാവശ്യം. ശരി, ശ്രീ സൂരജ് നായർ, നമ്മൾ ബാങ്കിംഗ് മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഓഹരികൾ ഏതെല്ലാമാണ്? ശ്രീ ജെയിംസ്, ബഡ്ജറ്റിൽ വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റോക്സിനെ ഒരു ടാക്സിന്റെ ഇംപ്ലിക്കേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ബാങ്കിങ് റിഫോംസ് കൊണ്ടോ അഫക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ റിസർച്ച് ടീം തീർച്ചയായിട്ടും പല മേഖലകളിലില്ല, പല സബ് കാറ്റഗറിയിലും സബ് സെക്ടേഴ്സിലുള്ള സ്റ്റോക്സ് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററിന്റെ വാച്ച് ലിസ്റ്റിലേക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ പ്രൈവറ്റ് ബാങ്ക്സ് ആണ് മുൻനിരയിൽ നിൽക്കുന്നത്. HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിങ്ങനെ പ്രൈവറ്റ് ബാങ്ക്സ് നമ്മുടെ മുൻനിരയിൽ തന്നെ ഒരു നിക്ഷേപ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന നല്ല സ്റ്റോക്സ് ആണ്. രണ്ടാമത് PSU ബാങ്ക്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, മഹാരാഷ്ട്ര ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആൻഡ് കാനറ ബാങ്ക് ഒരു ഇൻവെസ്റ്ററിന്റെ റഡാറിൽ ആഡ് ചെയ്യാവുന്നതാണ്. NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആയ ബജാജ് ഫിനാൻസ്, ജിയോ ഫിനാൻഷ്യൽ, ശ്രീറാം ഫിനാൻസ്, മുത്തൂറ്റ് ഫിനാൻസ്, SBI കാർഡ്സ്, മണപ്പുറം ഫിനാൻസ് ഗോൾഡ് ലോൺ എന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും മുത്തൂറ്റ് ഫിനാൻസും മണപ്പുറം ഫിനാൻസും ഗോൾഡ് ലോൺ NBFC എന്നുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്ററിന് അവരുടെ റഡാറിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് കൂടാതെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനീസ് ഉണ്ട്. LIC ഹൗസിംഗ് ഫിനാൻസ്, ടാറ്റ ക്യാപിറ്റൽ ഹൗസിംഗ് ഫിനാൻസ്, PNB ഹൗസിംഗ് ഫിനാൻസ്, ആദിത്യ ബിർള ഹൗസിംഗ് ഫിനാൻസ് എന്നിങ്ങനെ മുൻനിര ഓഹരികൾ ആ സബ് കാറ്റഗറിയിൽ നിന്ന് വരുന്നുണ്ട്.
പിന്നെ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ്, നമുക്കറിയാം അടുത്ത കാലത്ത് നമ്മൾ ഇതുവരെ ബഡ്ജറ്റിൽ നമ്മൾ ഇതിനു മുമ്പേയൊക്കെയുള്ള വിശകലനത്തിൽ നമ്മൾ കൂടുതലും ബാങ്ക്സിലും NBFCയിലും മാത്രമേ ഒതുങ്ങിയിരുന്നുള്ളൂ. ബട്ട് അടുത്ത കാലത്തായിട്ട് ഫിൻടെക് കമ്പനികൾ, പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് വന്നിട്ടുണ്ട്. പേടിഎം, അതായത് 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന് അറിയപ്പെടുന്ന പേടിഎം, മോബിക്വിക്ക് എന്നിങ്ങനെ സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റർ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാവുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ ഇൻകം ടാക്സിൽ എന്തെങ്കിലും എക്സംഷൻസോ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രൊവിഷൻസോ വരുന്നെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് അത് വളരെ വലുതായിട്ട് ബെനിഫിറ്റ് ചെയ്യും. ജനറൽ ഇൻഷുറൻസ് കമ്പനിയായ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ICICI ലോംബാർഡ്, ഗോ ഡിജിറ്റ് എന്നിങ്ങനെ കമ്പനികൾ തീർച്ചയായിട്ടും നോക്കാവുന്നതാണ്. ലൈഫ് ഇൻഷുറൻസ് കാറ്റഗറിയിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIT PSU സ്ഥാപനമാണ്. SBI ലൈഫ് ഇൻഷുറൻസ്, HDFC ലൈഫ് ഇൻഷുറൻസ് എന്നിവ നമ്മൾ റഡാറിലേക്കോ വാച്ച് ലിസ്റ്റിലേക്കോ ആഡ് ചെയ്യാം. ഹെൽത്ത് ടെക് കമ്പനികളുണ്ട്, അതായത് പോളിസി ബസാർ, അതായത് ഇൻഷുറൻസ് മേടിക്കാനുള്ള ഒരു ടെക് ഓറിയന്റഡ് പ്ലാറ്റ്ഫോമാണ് പോളിസി ബസാർ. അതും ഒരു സ്റ്റോക്ക് റഡാറിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് നല്ല സ്റ്റോക്കാണ്. ഇത് കൂടാതെ ഒരു ഇൻകം ടാക്സിൽ കുറവ് വരികയാണെങ്കിൽ ഒരുപാട് കൺസംഷൻ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റോക്കുകളുണ്ട്. അതായത് FMCG കമ്പനികളായ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, ബ്രിട്ടാനിയ, നെസ്ലെ ഇന്ത്യ എന്നിവ ആ ഗണത്തിൽ പെടുന്നു. അതുകൂടാതെ കൺസ്യൂമർ ഡ്യൂറബിൾസ് കമ്പനി, അതായത് തീർച്ചയായിട്ടും ഇൻകം ടാക്സ് കുറയ്ക്കുകയാണെങ്കിൽ ആൾക്കാർ ഒരുപാട് വാഷിംഗ് മെഷീനും TV ഒക്കെ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹാവൽസ് ഇന്ത്യ, ക്രോംപ്ടൺ ഗ്രീവ്സ്, പിന്നെ വേൾപൂൾ ഇന്ത്യ, IFB ഇൻഡസ്ട്രീസ്, TTK പ്രസ്റ്റീജ് എന്നിങ്ങനെ പോലുള്ള കൺസ്യൂമർ സ്റ്റോക്സിനും ഇത് ബെനിഫിഷ്യൽ ആയിട്ട് വരും. സമയം ഏതാണ്ട് പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്. നിക്ഷേപ സമാഹരണം, നിഷ്ക്രിയ ആസ്തികൾ, വായ്പ, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ബഡ്ജറ്റ് പരിഹരിക്കുമെന്ന് ബാങ്കിംഗ് വ്യവസായം പ്രതീക്ഷിക്കുന്നുണ്ട്. ആദായ നികുതി സ്ലാബുകളിലെ സാധ്യമായ മാറ്റങ്ങൾ, നികുതി ആനുകൂല്യങ്ങൾ, ഉപഭോക്തൃ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ചയിൽ പങ്കെടുത്തവർ മുന്നോട്ട് വെച്ചത്. ബാങ്കിംഗ് മേഖലയിൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപം നടത്തുകയും വായ്പാ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും വേണം. MSMEകൾക്കുള്ള പിന്തുണയും നിർണായകമാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KA ബാബു, പ്രൊഫസർ അനിതകുമാരി, ശ്രീ ഷെറിൽ സാമുവൽ, ശ്രീ T നരേന്ദ്രൻ, ശ്രീ സൂരജ് നായർ, നന്ദി. ടൂറിസം മേഖലയുടെ ബഡ്ജറ്റ് പ്രതീക്ഷകളെപ്പറ്റിയാണ് നാളത്തെ ചർച്ച. നമസ്കാരം.